ഹലോ എവ്രി വൺ. ഇപ്പം നമ്മുടെ ഫോർത്ത് സെമിസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ബികോമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്നതിന് മുന്നേ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം പേപ്പറാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ QT എന്ന് പറയുന്ന പേപ്പർ കുറച്ച് ടഫാണ്, പ്രോബ്ലം ഉള്ളത് കൊണ്ട്. പക്ഷേ ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടിയാണ് QT എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിൽ ആകും എന്ന് വിശ്വസിക്കുന്നവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടേ പറ്റുള്ളൂ. അതിന് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിയറി പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കവർ ചെയ്യാമെന്നുള്ള. തിയറി പോർഷൻ നിങ്ങളുടെ ഇന്റേണൽ മാർക്കും കൂടി കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ പ്രോബ്ലംസ് എന്തായാലും വരും എന്ന് പറയുന്ന 2-3 പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഇട്ട് തരിക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. മൊഡ്യൂൾ 1 ഒരു തിയറി ചാപ്റ്റർ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എസ്സേ എന്തായാലും വരുന്ന ഒരു മൊഡ്യൂളാണിത്. പക്ക തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം എളുപ്പമില്ല എന്ന് പറയുന്നവർക്ക് വരെ പഠിച്ചെടുക്കാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്ന്, പിന്നെ അതേപോലെ ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അത് കാര്യമായിട്ട് പഠിച്ചു പോവാം. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നൊക്കെ 2 മാർക്കിന് ചോദിക്കുക. അപ്പൊ ഡിഫറൻസിയേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. 2 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഒന്നും കളയാതെ ആ 1ാമത്തെ മൊഡ്യൂള് നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്, എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആൻഡ് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ്, ആ രീതിയിലും ചോദിക്കാം. അപ്പോൾ എന്തായാലും 1ാമത്തെ മൊഡ്യൂൾ ആരും സ്കിപ്പ് ചെയ്യണ്ട, നിറയെ ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. ദെൻ മൊഡ്യൂൾ 2 വന്നിട്ടുണ്ടെങ്കിൽ, മൊഡ്യൂൾ 2 നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, കോറിലേഷൻ ചോദിക്കും. ഡിഫൈൻ കോറിലേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് കോറിലേഷൻ, വാട്ട് ഈസ് റിഗ്രഷൻ, ലീനിയർ കോറിലേഷൻ എന്താണ്, പാർഷ്യൽ കോറിലേഷൻ എന്താണ്, അങ്ങനെയുള്ള കുറേ ടൈപ്സ് ഓഫ് കോറിലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ടൈപ്സ് ഓഫ് കോറിലേഷനും അതുപോലെ കോറിലേഷൻ പഠിക്കാനുള്ള മെത്തേഡ്സുകൾ ഉണ്ട്. കോറിലേഷൻ, റിഗ്രഷൻ, അതേപോലെ സ്കാറ്റർ ഡയഗ്രാം, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാർക്കിന് പഠിച്ചു വെച്ച് പോവുക. പിന്നെ അതേപോലെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണെന്ന് ചോദിക്കാം. സിമ്പിൾ, അത് ടൈപ്സ് ഓഫ് കോറിലേഷനിൽ വരുന്ന കേട്ടോ. സിമ്പിൾ കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അത് മൊത്തം പഠിച്ചു വെക്കുക. പിന്നെ സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ എന്താണ്, സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഡോട്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് റിഗ്രഷൻ, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്, ലൈൻ ഓഫ് റിഗ്രഷൻ, അത് വേണം. ദെൻ അടുത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, കൊസേഷൻ, കൺകറന്റ് ഡീവിയേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് 2 മാർക്സിന് ചോദിക്കാം. ഇത് തിയറിയാണ്, തിയറി ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ് പറഞ്ഞത്, 2 മാർക്കിന്. അത് കൂടാതെ 5 മാർക്കിന് നമുക്ക് കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ പല രീതിയിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ഫ്രം ആക്ച്വൽ മീൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവും, ഇൻഡയറക്റ്റ് മെത്തേഡ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊക്കെ തരാറുണ്ട്, യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ്, അപ്പൊ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഒന്നും പറഞ്ഞിട്ടില്ല വെച്ചാൽ ഇഷ്ടമുള്ള മെത്തേഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു എസ്സേ നിങ്ങൾക്ക് കോറിലേഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ കോറിലേഷൻ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു എസ്സേ നിങ്ങൾക്ക് എവിടെ നിന്ന് ഉണ്ടായിരിക്കും, റിഗ്രഷൻ ഉണ്ടായിരിക്കും കേട്ടോ. കോറിലേഷൻ ഇല്ലെങ്കിൽ റിഗ്രഷൻ, ഇത് നിർബന്ധമായിട്ടും, കാരണം ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാന്ന്. ചില സമയത്ത് ഈ സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ ഉണ്ട്, അത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ അത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പൊ തന്നിട്ടുള്ള കോറിലേഷൻ റാങ്ക് ആണോ വെറുതെ കോറിലേഷൻ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ. പിന്നെ സ്കാറ്റർ ഡയഗ്രാം, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ 5 മാർക്കിന് പഠിച്ചു വയ്ക്കുക. സ്കാറ്റർ ഡയഗ്രാം എന്തായാലും വരും കേട്ടോ. അത് 2 മാർക്കിലും വരാം, 5 മാർക്കിലും വരാം. പിന്നെ കോറിലേഷൻ, റിഗ്രഷൻ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വയ്ക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ. അപ്പൊ പ്രോബ്ലം എന്തായാലും ഇതിൽ പഠിക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്, വലിയ എഫേർട്ട് എടുക്കണ്ട. വലിയ എഫേർട്ട് എടുക്കാതെ നമുക്ക് 10 മാർക്ക് മുഴുവനായിട്ട് നേടാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് കോറിലേഷനും റിഗ്രഷനും ഉള്ളത്. ആ ഒരു എന്താ പറയാ,
ഫോർമുല അറിഞ്ഞിരുന്നാൽ മതി. ഫോർമുല അറിഞ്ഞ് ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾ 2 പ്രാവശ്യം ചെയ്ത് പഠിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഐഡിയ അങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് പറ്റുന്നവർ എന്താ ചെയ്യുക, അതായത് തീരെ പറ്റാത്തവർ മാത്രം തിയറി നോക്കിയാൽ മതി. ബാക്കിയുള്ളവരെല്ലാവരും കോറിലേഷനും റിഗ്രഷനും ഒക്കെ പഠിച്ചു പോവുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3 നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് 2 മാർക്കിനുള്ള പ്രോബ്ലം വരെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മൊഡ്യൂൾ 3. ഈക്വലി ലൈക്ക്ലി ഈവന്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്, എക്സ്പെരിമെന്റ് എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിക്കാം. ബയസ് തിയറം എന്താണെന്നുള്ളത് ചോദിക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻവേഴ്സ് പ്രോബബിലിറ്റി, സ്റ്റാൻഡേർഡ് എറർ, പ്രോബബിൾ എറർ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ളതൊക്കെ 2 മാർക്കിന് ചോദിക്കും കേട്ടോ. ഇതൊക്കെ 2 മാർക്കിനായിട്ട് പഠിച്ചു വയ്ക്കാം. ഇതൊന്ന് ഏതെങ്കിലുമൊക്കെ ആയിട്ട് ചോദിച്ചോളൂ. 5 മാർക്കിന്, ഇപ്പൊ 2 മാർക്കിന് കൂടാതെ പ്രോബ്ലം വരും കേട്ടോ. ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റിയിലെ ബോളിനെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലോ, അല്ലെങ്കിൽ ഹെഡ് ഇതില്ലേ കോയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരും. ദെൻ അടുത്തത് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലംസ് ഫ്രം പ്രോബബിലിറ്റി. എന്തായാലും 2 or 3 പ്രോബ്ലംസ് ഒക്കെ എന്തായാലും ഉണ്ടായിരിക്കും. 5 മാർക്കിൽ ചോദിക്കും, 2 മാർക്കിൽ ചോദിക്കും. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക, കുറച്ചൊരു ലോജിക്ക് ഉപയോഗിച്ച് കിട്ടുന്നതാണ്. ചിലപ്പോൾ ഈ പ്രോബബിലിറ്റി ഒന്നും അറിയണമെന്നില്ല, അല്ലാതെ തന്നെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും വരാറുണ്ട്. ഒന്ന് ഇരുത്തി വായിച്ചാൽ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ ആയിട്ടും ചോദിക്കും. പിന്നെ അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി തിയറി ആയിട്ട് പഠിച്ചു വയ്ക്കുക. മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി പഠിച്ചു വയ്ക്കുക. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി, ഈ രീതിയിലൊക്കെ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അടുത്തത് മൊഡ്യൂൾ 4 ആണ്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു വയ്ക്കുക. ബൈനോമിയൽ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ 2 മാർക്കിന് പഠിക്കാം. ബൈനോമിയൽ എന്താണ്, നോർമൽ എന്താണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, എല്ലാം 2 മാർക്കിന് ആദ്യം പഠിച്ചു വയ്ക്കുക. പിന്നെ കൂടാതെ ലിമിറ്റ്, ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഇതൊക്കെ വരലുണ്ട്. അപ്പൊ അങ്ങനത്തെ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ആ സിറ്റുവേഷനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും കുറച്ച് തിയറി ഉണ്ട്. തിയറി എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് പോവുക കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ 2 മാർക്കിന് എന്താന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ പ്രോപ്പർട്ടീസ് പഠിച്ചു വയ്ക്കുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെയും പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് തിയറി. അതിൽ 5 മാർക്സ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് വരാറുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ 5 മാർക്ക് അല്ലെങ്കിൽ ആയിട്ട് വരാറുള്ളതാട്ടോ. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 5 മാർക്ക് പ്രതീക്ഷിക്കാം. യൂസസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് വരാറുണ്ട് 5 മാർക്ക്. അസംഷൻസ് എന്നുള്ള പേരിലും വരാറുണ്ട് കേട്ടോ, അത് തന്നെയാണത്. ദെൻ ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊരു പ്രോബ്ലം ആണ്. ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു പ്രോബ്ലം ആണ്. അത് ചോദിക്കാറുണ്ട്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. പിന്നെ ഡിസിഷൻ തിയറി ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 5th മൊഡ്യൂൾ വലിയ കാര്യമായിട്ട് വരാറൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിസിഷൻ തിയറി എന്താ, ഡിസിഷൻ ട്രീ എന്താ, നോട്ട്സ് എന്താ, ബ്രാഞ്ച് എന്താന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസും അതിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഒരു കുഞ്ഞു പ്രോബ്ലം ഗ്രാഫിക്കലായിട്ട് അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ച് പോവാം. കാരണം മിക്കവാറും എല്ലാ ഏരിയയും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കവർ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ക്യൂട്ടി ടഫാണെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട. തിയറി പോർഷൻ ഞാൻ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രോബ്ലംസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആദ്യം പഠിക്കേണ്ട നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇത്. പ്ലസ് നമ്മൾ എന്താ പറയുക, അഡീഷണൽ ആയിട്ട് തരുന്ന ഒരു കാര്യം മാത്രമാണ്
ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ ഉള്ളത് അല്ലെങ്കിൽ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണെങ്കിലും നമ്മൾ തരുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ കാണേണ്ടത്. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ല മാർക്ക് കിട്ടട്ടെ. പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫെയിൽ ആകും എന്നുള്ളവർ ഒരിക്കലും അങ്ങനെ വിചാരിക്കേ വേണ്ട, ഫെയിൽ ആവില്ല. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് വിചാരിച്ചാൽ, സമയം വൈകിട്ടൊന്നുമില്ല, ഒന്ന് വിചാരിച്ചാൽ പാസ്സാകാൻ പറ്റുന്ന പേപ്പറാണ്. നമ്മൾ സപ്ലി ഒന്നും ഇട്ട് ബുദ്ധിമുട്ടേണ്ട. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ പറയുക. സോ താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്.